ഇ.പി. ജയരാജന്റെ ആത്മകഥ ചോർന്നതിൽ കേസെടുക്കാൻ നിർദ്ദേശം. കോട്ടയം എസ്.പിക്ക് നിർദ്ദേശം നൽകി മനോജ് എബ്രഹാം. DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയെ പ്രതി ചേർക്കും. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. ടിൻഡുദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ. അനു, ഇ.പി. ജയരാജന്റെ ആത്മകഥ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം നൽകിയ റിപ്പോർട്ട് ADGPക്ക് അല്ലെങ്കിൽ DGPക്ക് വ്യക്തതയില്ലായിരുന്നു. പിന്നീട് രണ്ടാമതും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP കോട്ടയം SP ആയിട്ടുള്ള ഷാഹുൽ ഹമീദിനാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ DC പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയായ ശ്രീകുമാറിനെ പ്രതി ചേർത്തുകൊണ്ട് കേസ് അന്വേഷിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആദ്യം മുതൽക്ക് തന്നെ വന്ന വിവാദം എന്ന് പറയുന്നത് ഈ VPയുടെ ഈ പുസ്തകം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുന്ന PDF-ന്റെ ഡ്രാഫ്റ്റ് ചോർന്നപ്പോൾ തന്നെ EP ഈ വിവാദം തന്റേതല്ല അല്ലെങ്കിൽ ഈ പുസ്തകം തന്റേതല്ല എന്ന് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് EP-യും പരാതി കൊടുക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളും രാഷ്ട്രീയ കോളിളക്കങ്ങളും ഉണ്ടാക്കിയതായിരുന്നു EP-യുടെ ആത്മകഥ എന്ന് പറഞ്ഞ രീതിയിൽ പുറത്തിറങ്ങിയ ഡ്രാഫ്റ്റ്. വയനാട് ചേലക്കര തിരഞ്ഞെടുപ്പ് ദിവസമാണ് ഇത്തരത്തിലൊരു ആത്മകഥാ വിവാദം പുറത്താകുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കോപ്പിറൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ EP-യുടെ ആത്മകഥാ വിവാദത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്ന് പോലീസ് ആദ്യത്തെ റിപ്പോർട്ട് നൽകിയ സമയത്ത് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ ഡ്രാഫ്റ്റ് ചോർന്നിട്ടുള്ളത് പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയുടെ മെയിലിൽ നിന്നുമാണെന്ന് രണ്ടാമത്തെ റിപ്പോർട്ട് കണ്ടെത്തുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയെങ്കിൽ ആ മെയിൽ വഴി ആരാണ് ഈ EP-യുടെ ആത്മകഥ ചോർത്തിയത് എന്നൊരു വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് EP ജയരാജനും DC ബുക്സുമായി തമ്മിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഇത്തരത്തിലൊരു പുസ്തകം പുറത്തിറക്കുന്നതുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങി അല്ലെങ്കിൽ EP-യുടെ ഈ ആത്മകഥ പുറത്തായതിൽ വഞ്ചനാ കുറ്റത്തിന് സാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ വിലയിരുത്തൽ. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ അന്വേഷണത്തിന്റെ മെല്ലെപ്പോക്കും മൊഴിയെടുപ്പും ഒക്കെ പല ഘട്ടങ്ങളിലും വാർത്തയായിരുന്നെങ്കിലും ഇത് EP-യുടെ ആത്മകഥ ചോർന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭിക്കുന്നില്ല എന്നൊക്കെ പല ഘട്ടങ്ങളിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്നുമൊക്കെ വന്നൊരു പ്രതികരണമായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും EP വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ EP-യുടെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കരാർ അല്ലെങ്കിൽ EP-യും DC ബുക്സും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ ഇമെയിൽ വഴി, അതായത് പ്രസിദ്ധീകരണ വിഭാഗം മേധാവി ശ്രീകുമാറിന്റെ ഇമെയിൽ വഴി പുസ്തകത്തിന്റെ ഡ്രാഫ്റ്റ് ചോർന്നത്? അതോടൊപ്പം തന്നെ ഈ പ്രസിദ്ധീകരണ കോപ്പിറൈറ്റ് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ട് അതിന്റെ സാങ്കേതികത്വത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നിലവിൽ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തുകൊണ്ട് വിഷയം വളരെ കാര്യമായി തന്നെ അന്വേഷിക്കാനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം ഇപ്പോൾ കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അനു, ശരി ടിൻഡു.